ഇപ്പോൾ ക്രിസ്തുമതം ലോകത്ത് അസ്തിത്വ ഭീഷണി നേരിടുന്നു. അങ്ങനെ നേരിട്ടാൽ അതിനെ പരിഹരിക്കാൻ അല്ലെ സഹായിക്കാൻ ഞാനുണ്ട്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുക? ഇത് നൈജീരിയയിലൊരു വിഷയം ആണ് ഇപ്പം ഈ ഒരു ട്രംപിനെ കൊണ്ടിങ്ങനെ പറയിക്കാനായിട്ട് കാരണമായിരിക്കുന്നത്. അതായത് 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു സെനറ്റർ ടെഡ് ക്രൂസ് അദ്ദേഹം പറയുകയുണ്ടായി, ഇപ്പോൾ നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ മുഴുവൻ അവിടുത്തെ മുസ്ലിം ടെററിസ്റ്റുകൾ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു അസ്തിത്വ ഭീഷണിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ട്രംപ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. നൈജീരിയയിലെ അസ്തിത്വ ഭീഷണി അല്ലെങ്കിൽ ക്രിസ്തുമത വിശ്വാസികൾ നേരിടുന്ന ഭീഷണി അല്ലെങ്കിൽ ക്രിസ്തുമതത്തെ രക്ഷിക്കാനായിട്ട് ഞാൻ മുന്നിട്ടിറങ്ങാം എന്നും പറഞ്ഞിട്ട് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ നൈജീരിയയെ നേരിട്ട് വേണമെങ്കിൽ ആക്രമിക്കാൻ ഉള്ള ഒരു തയ്യാറെടുപ്പോടുകൂടിയാണ് അദ്ദേഹത്തിന് മറ്റേ പീറ്റർ ഹെക്സന്റെ അടുത്ത് പറയുകയും ചെയ്തു, ഒന്നൊരുങ്ങിക്കൊള്ളാൻ പറയുകയും ചെയ്തു. കാര്യം ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നൈജീരിയയിൽ ഏതാണ്ട് 22 കോടി ജനങ്ങളാണുള്ളത്. ആ 22 കോടി ജനങ്ങളുള്ളതിൽ ഏകദേശം പകുതിയോളം വരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും. അപ്പോൾ ഇതിനകത്തൊരു ഒരു നൈജീരിയയിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പം ഈ ട്രംപിൻ്റെ മുഖ്യ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലാതെ ക്രിസ്തുമതം രക്ഷപ്പെടുത്തണമെന്നോ അതല്ലെങ്കിൽ മറ്റ് ലോകസമാധാനമോ ഇതൊക്കെ ബൈ പ്രോഡക്റ്റായിട്ട് പുള്ളി ഉദ്ദേശിക്കുന്നതാണ്. അതായത് നോബൽ പ്രൈസും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ. അപ്പോൾ ഇവിടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈജീരിയയിലേക്ക് കടന്നു ചെന്ന് ഇത് ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾ മുഴുവൻ മിനറൽ റിസോഴ്സസ് കൊണ്ട് സമ്പന്നമാണ്. അപ്പോൾ ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നടക്കുന്ന ഏത് സംഘർഷം എടുത്ത് നോക്കിയാലും അവരുടെ എല്ലാം, ഉദാഹരണത്തിന് സുഡാനിൽ നടക്കുന്ന യുദ്ധമല്ല ആഭ്യന്തര കലാപം, അവരുടെ എല്ലാവരുടെയും കയ്യിരിക്കുന്നത് ഈ അമേരിക്കയിലെ ലോക്കീലിൽ മറ്റ് സാധനങ്ങളിൽ ഉണ്ടാക്കുന്ന ആയുധങ്ങളാണ് ഇരിക്കുന്ന സാധനം. അതുപോലെ തന്നെ അവിടുന്ന് ഈ സുഡാനിൽ നിന്ന് പോകുന്ന സ്വർണം മുഴുവൻ സ്മഗിൾ ചെയ്യപ്പെട്ടും ഈ അമേരിക്കയിലേക്കൊക്കെയാണ് ചെല്ലുന്ന സംഗതി. അപ്പം ഈ രീതിയിൽ എല്ലായിടത്തും ഇപ്പം ട്രംപിൻ്റെ നോട്ടം എന്ന് വെച്ചാൽ മിനറൽ റിസോഴ്സസ് ആണ്. നൈജീരിയയിലേക്കും പുള്ളി ആ ഒരു ലക്ഷ്യത്തിലാണ് നീങ്ങുന്നത്. അതിനൊരു ഉപാധിയായിട്ടാണ് പുള്ളി ഈ ക്രിസ്തു മതത്തിൻ്റെ രക്ഷകനായിട്ട് അവതരിക്കുന്നത്. രണ്ടാമത്തെ ക്രിസ്തുവാണോ ഇനി അന്തിക്രിസ്തുവാണോ എന്ന് ചരിത്രത്തിന് നിശ്ചയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ ഈ ട്രംപ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് ട്രംപ് നടത്തിയിരിക്കുന്ന ഈ ഒരു പ്രസ്താവന നൈജീരിയയെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. അവിടെയാണ് ഇതിൻ്റെ ഒരു അപകടം ഇരിക്കുന്ന സാധനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് കേരളം, ഇപ്പോൾ കേരളത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹികമായ ഒരു ഡിവിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹിന്ദുക്കളോട് ചേർന്ന് ക്രിസ്ത്യൻ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അത് കാരണം എന്ന് വെച്ചാൽ ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന സംഗതിയാണ്. അപ്പോൾ ഇവിടെ പോലും ഈ ട്രംപിൻ്റെ ഈ പ്രസ്താവനയെ നമ്മൾ ഇവിടുത്തെ ക്രിസ്തീയ സമൂഹവും മുസ്ലിം സമൂഹവും എങ്ങനെ കാണുന്നുള്ളൂടെ നോക്കണമെന്നുള്ളത്. അവിടെയാണ് ഇതിൻ്റെയൊക്കെ ഒരു ദൂരവ്യാപകമായ പ്രത്യാഘാതം വരുന്നത്. കാരണം നൈജീരിയയിൽ ഈ പറഞ്ഞതുപോലെ അവിടെ ക്രിസ്ത്യാനികളെ വേട്ടയാടുന്നു, മുസ്ലിങ്ങൾ വേട്ടയാടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒരു പഴയതുപോലെ അല്ലല്ലോ. ഇപ്പോൾ ഇത് മുഴുവൻ ഇപ്പം ഹിന്ദു അല്ലെ ഇസ്ലാം മതം എന്ന് കേൾക്കുമ്പോഴത്തേക്കൊരു പാൻ ഇസ്ലാമാണ് വരുന്നത്, അതുപോലെ പാൻ ക്രിസ്ത്യാനിറ്റിയാണ് വരുന്നത്. അപ്പോൾ ഇത് ലോകം മുഴുവൻ ഈ ഒരേ വികാരങ്ങളിങ്ങനെ ഈ വികാരങ്ങൾ സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ ഏറ്റവും വലിയ അപകടം ഉണ്ടാകുന്നത്. ഇത് ഓരോരോ തദ്ദേശീയ സമൂഹങ്ങളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. പരസ്പര വിശ്വാസം ഇല്ലാണ്ടായിപ്പോവും. ഉദാഹരണത്തിന് കൊച്ചിയിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പം ഫ്ലാറ്റുകളുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ മതം ഈ പ്രത്യേകിച്ചും ഇസ്ലാം മതവിശ്വാസികളുടെയും ക്രിസ്ത്യ മതവിശ്വാസികളുടെയും ഇവർ രണ്ടു കൂടി ഇടയിൽ താമസിക്കുന്ന ഫ്ലാറ്റുകളുടെ എണ്ണം കൊച്ചി നഗരത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. കാര്യം ആദ്യം അവർ അന്വേഷിക്കും ഇത് എവിടെയാണ്, ഇവിടെ ഇന്ന ആൾക്കാരുണ്ടോ ഇല്ലയോ എന്ന് രണ്ടു കൂട്ടരും അന്വേഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ചില ഈ ഹലാൽ ഫ്ലാറ്റുകൾ വരും. അതെ, ഹലാൽ ഫ്ലാറ്റ് പരസ്യം വരെ വന്നിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ ഒരു എന്താ പറയുക പാൻ ക്രിസ്ത്യൻ അല്ലെങ്കിൽ പാൻ ഇസ്ലാം ആ ഒരു സംഘർഷത്തിൻ്റെ പ്രാദേശിക പ്രതിഫലനങ്ങളാണ് ഈ കാണുന്നത്. ഇത് ഓരോ സൊസൈറ്റിയിൽ, ഇപ്പോൾ കേരള സൊസൈറ്റിയിൽ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് രാഷ്ട്രീയം ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഇപ്പം ഇവിടുത്തെ
നമ്മുടെ ക്രിസ്തീയ അല്ലെങ്കിൽ സഭകളും BJP തമ്മിലുള്ള അടുപ്പം. അപ്പോൾ ഇതിൻ്റെ പിന്നിലുണ്ടായിരിക്കുന്ന സംഗതി എന്ന് പറഞ്ഞാൽ ഒരു ഭീഷണിയാണ്, അസ്തിത്വ ഭീഷണി തന്നെയാണ്. ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്ന ക്രിസ്ത്യാനികളുടെ അസ്തിത്വ ഭീഷണി പോലെ ഒരു ഭീഷണി മുസ്ലിം സമൂഹത്തിൽ നിന്ന് കേരളത്തിലെ ഹിന്ദു സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും നേരിടുന്നു എന്നുള്ളൊരു ഭീഷണി, ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയം മാറുന്നു. ഇപ്പോൾ നമ്മുടെ ഈ പുതിയ നിലവിലുള്ള രാഷ്ട്രീയത്തെ നോക്കിയാൽ മതി. അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും വരുന്ന ഈ ചെറിയ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്, അല്ലേ? ഇപ്പം തൃശ്ശൂർ കണ്ടത് ഒരു പരിധി വരെ അത് തന്നെയാണ്. അവിടുത്തെ തൃശ്ശൂരിലെ ക്രിസ്തുമത വിശ്വാസികൾ വോട്ട് ചെയ്തില്ലെങ്കിൽ സുരേഷ് ഗോപി ജയിക്കുമോ? ഇല്ല. അപ്പം ഈ രീതിയിലുള്ള ഒരു ഈ പറഞ്ഞിട്ടുള്ള ഈ അസ്തിത്വ ഭീഷണികളാണ്. അവിടെയാണ് അതിൻ്റെ പുതിയ ഒരു ക്രമത്തിലേക്ക് നമ്മൾ പോവുക. ഡെമോഗ്രാഫിയുടെ ബേസിസിലുള്ള ഒരു നറേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ നറേറ്റീവ്സിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയം ഡെവലപ്പ് ആവുന്നു. ആ രാഷ്ട്രീയത്തിൽ ഈ മതത്തെയും ഈ ഭീഷണിയെയും വളരെ മനോഹരമായിട്ട് ഈ രാഷ്ട്രീയ നേതാക്കൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലൂടെ ഈ സംഗതികളുടെ ഡിവൈഡ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രംപ് ഒരു പ്രസ്ഥാനം നടത്തി, സ്വാഭാവികമായിട്ടും രണ്ട് കമ്മ്യൂണിറ്റികൾ അടുക്കുന്നതിന് പകരം അകലുക തന്നെയാണ് ചെയ്യുന്നത്. ഈ അകൽച്ചയെ പരമാവധി വർദ്ധിപ്പിച്ചുകൊണ്ട് അത് വർദ്ധിക്കും തോറും ഇതിൻ്റെ ഭീഷണി വർദ്ധിക്കുക ചെയ്യുന്നു. ഒരു വിഭാഗം പറയുന്നു നമ്മൾ ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. മറ്റൊരു വിഭാഗം പറയുന്നു ഇവർ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ രക്ഷയില്ല. ഇതാണ് ഇതിനകത്തുള്ള ഈ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഈ ഡൈനാമിക്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൈജീരിയയിൽ ഇപ്പം ട്രംപ് നൈജീരിയയിൽ പോകുന്നത് ക്രിസ്തുമതത്തെ രക്ഷിക്കാമെന്ന് പറയും. പോവുകയാണെങ്കിൽ അവിടെ യുദ്ധം ചെയ്യാൻ പോവുകയാണെങ്കിൽ അവിടെ ക്രിസ്തുമതത്തെ രക്ഷിക്കാൻ വേണ്ടിയൊന്നും ആയിരിക്കില്ല പോകുന്നത്. അവിടെ പോയിട്ട് അവിടെ എല്ലാം അടിച്ചു നിർത്തിയിട്ട് ഈ പറഞ്ഞതുപോലെ തങ്ങൾക്ക് ആവശ്യമുള്ള സാധനം പറക്കിക്കൊണ്ട് വരാനായിരിക്കും പോകുന്നത്. അതിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കലാണ്. അതായത് ഇപ്പോൾ വെനിസ്വലയിൽ നിന്ന് ഡ്രഗ്സ് അമേരിക്കയിലേക്ക് കടത്തുന്നു പറഞ്ഞിട്ട് ഇപ്പോൾ വെനിസ്വലയുടെ കരീബിയൻ തീരങ്ങളിൽ മുഴുവൻ അമേരിക്കയുടെ യുദ്ധസന്നാഹങ്ങളെല്ലാം വിന്യസിച്ചിരിക്കുകയാണ്. അവിടെ ഡ്രഗിൻ്റെ പേരിലൊന്നുമല്ല, അവിടുത്തെ മിനറൽ റിസോഴ്സിന് മാത്രം നോക്കിയിട്ട് അവിടുത്തെ സ്വർണത്തെയും കോപ്പറിനെയും എണ്ണയും നോക്കി മാത്രമാണ് അങ്ങോട്ട് പോകുന്നത്. നീക്കം തന്നെയാണ്. അപ്പോൾ അമേരിക്കയുടെ ഒരു വളരെ ഹൈലി ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു നീക്കമാണ് നടക്കുന്നത്. പക്ഷെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ കേരളം പോലുള്ള സൊസൈറ്റിയിലും വളരെ എന്താ പറയുക ദൂരവ്യാപകമായ പ്രത്യാഘാതം. ഉദാഹരണത്തിന് നമ്മുടെ ഇന്ന് പത്രങ്ങളിലൊക്കെ 1-ാം പേജിൽ ഇത് വന്നിട്ടുണ്ട്, ഇല്ലേ? ആ 1-ാം പേജിൽ വന്നിരിക്കുന്ന വാർത്ത എന്തുകൊണ്ടാണ് 1-ാം പേജിൽ കയറി വന്നിരിക്കുന്നത്? കാരണം ഇത് ടച്ച് ചെയ്യുന്ന വിഷയം മുസ്ലിം ക്രിസ്ത്യൻ സംഘർഷത്തിൻ്റെയാണ്. ഇത് ആഗോളതലത്തിൽ നടക്കുന്നു. ആ ആഗോളതലത്തിൽ ഉള്ള സംഘർഷത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് നമ്മൾ കേരള സൊസൈറ്റിയിലും കാണുന്നത്. ഇതിനെ മുതലെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനേക്കാൾ ഉപരി നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന ഒരു മുഖ്യ അജണ്ടയിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ ആ അജണ്ടയെ നിശ്ചയിക്കുന്ന ഒരു ഘടകമായിട്ട് ഈ എന്താ പറയുക ഈ ആഗോളതലത്തിലുള്ള ഈ പ്രതിഭാസവും കടന്നു വരും എന്നുള്ളത് നമ്മൾ കാണേണ്ടതില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.